കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിനൊക്കെ തീരുമാനിച്ചു. ഇനി മന്ത്രിമാർക്ക് വേണ്ടിയുള്ള തീരുമാനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മുഖ്യമന്ത്രിനെ തീരുമാനിച്ച അന്ന് തന്നെ ഒരാൾ പറയുന്നുണ്ടായിരുന്നു, ആര് മുഖ്യമന്ത്രി ആയാലും എനിക്ക് ആഭ്യന്തര സ്ഥാനം വേണം. ആരപ്പത്? അത് നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാരും കണ്ട കാര്യമാണ്. ഇപ്പൊ പറയുന്നത് ആരൊക്കെ എന്തൊക്കെ ആയാലും എനിക്കൊരു മന്ത്രിസ്ഥാനം തന്നാ മതി എന്നാ പറയുന്നത്. കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ ഇതിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്? സത്യം പറഞ്ഞാൽ ആഭ്യന്തരമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ആയത് തുടക്കം മുതലായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു. എങ്ങനെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് രാജിവെച്ച് വിജിലൻസിലേക്ക് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ കേസ്. സരിത എസ് നായർ വന്നപ്പോ കരിക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞ് വലിയ ട്രെൻഡ് ആയതാണ്. അതായത് അൻവറിലെ കിഴക്ക് പൂക്കുന്ന പാട്ടിലെ കൽബിലെ തീ എന്ന് പറഞ്ഞത് കരിക്ക് കിട്ടി എന്ന് പറഞ്ഞ് ഭയങ്കര ട്രെൻഡ് ആയതായിരുന്നു ആ സമയത്ത്. അപ്പോ ഏകദേശം പ്രതിപക്ഷമായ CPM ഏറ്റവും കൂടുതൽ ഉന്നയിച്ചത് ഇദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണം യഥാവിധം നല്ല നിലയ്ക്ക് പോകത്തില്ല, അങ്ങനെ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന്റെ പേരും കൂടി പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ പക്ഷെ പല പ്രബലരും അവിടെ ഉണ്ടായിരുന്നു, അവരൊന്നും രാജിവെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇയാള് അതായത് തിരുവഞ്ചൂർ അവിടെ നിന്ന് വിട്ടുപോവുകയും വിജിലൻസിലേക്ക് ചേക്കേറുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ ശേഷമാണ് രമേശ് ചെന്നിത്തല വന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആഭ്യന്തരം യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടതും ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെയാണ്. അത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലാണെങ്കിൽ, അതായത് തുടക്കത്തിലല്ല, 2012 തൊട്ടിട്ടാണെന്ന് തോന്നുന്നു വന്നത്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം അഴിച്ചുപണി തന്നെ വന്നിട്ടുണ്ട്. അതായത് ഓപ്പറേഷൻ കുബൈര എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായി. അതായത് വൻതോതിലും ഈ പലിശ ഭയങ്കരമായിട്ട് ഈടാക്കുമായിരുന്നു. അതായത് RBI ഒരു റേറ്റ് വെച്ചിട്ടുണ്ടല്ലോ പലിശയുടെ നിരക്ക്, അതിനേക്കാൾ കൂടുതലാണ് ഇവർ കൊള്ള പലിശ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് പിടിച്ചു നിർത്തിയ സംഭവം അതാണ്. പിന്നെ ഡിജിറ്റലാക്കി, കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി പോലീസ് സ്റ്റേഷൻ, ബാക്കിയെല്ലാം. അപ്പൊ കൂടുതൽ പണ്ടൊക്കെ ആൾക്കാർക്ക് നമ്മളിപ്പോ പോയി പരാതിയുടെ അപ്ഡേറ്റ് എന്താണെന്നുള്ളതൊന്നും നമുക്ക് അങ്ങനെ അറിയത്തില്ല, പോകണം. പക്ഷെ ഇപ്പൊ നമുക്കിപ്പോ ആപ്പിൽ നോക്കി അറിയാൻ പറ്റും. നമ്മളിപ്പോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ FIR അടിച്ചു കൊടുത്താൽ എന്താണ്, അത് പോയോ, കോർട്ടിലേക്ക് എത്തിയോ, എവിടെയാന്നൊക്കെ നമുക്കിപ്പോൾ അറിയാൻ പറ്റും. ആ ഒരു അതിലേക്ക് മാറിയത് ചെന്നിത്തല വന്നിട്ടാണ്. പക്ഷെ അതിനുശേഷം ഇവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാർക്ക് കൂടി കുറച്ചുകൂടി അപ്ഡേഷൻ കൊടുത്തു. ഇതിന്റെയൊക്കെ ഇടയ്ക്ക് എന്തായാലും ആദ്യം പറഞ്ഞത് ഒന്നാമത്തെ UDF-കാർക്ക് ആർക്കും നിലപാടില്ല, അത് ആദ്യത്തെ കാര്യം. ഇപ്പോ കഴിഞ്ഞ മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല ആയി, അതേപോലെ എനിക്കും ആകണം എന്നാണ് തിരുവഞ്ചൂർ ആദ്യമേ പറഞ്ഞത്. ആഭ്യന്തരം എനിക്ക് വേണം, ആഭ്യന്തരം കിട്ടില്ല, കയ്യിൽ പോയി. അത് കഴിഞ്ഞപ്പോ സ്പീക്കർ വെച്ച് നീട്ടിക്ക് എനിക്ക് സ്പീക്കർ വേണ്ട, എനിക്ക് എന്തെങ്കിലും ഒരു മന്ത്രി എന്നെ ആക്കണം എന്ന രീതിയാണ് സംസാരിക്കുന്നത്. നാളെയാണ് സത്യപ്രതിജ്ഞ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇപ്പൊ ഓരോരുത്തരായിട്ട് പ്രഖ്യാപിച്ചു വരുന്നതേ ഉള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് ഗ്രൂപ്പ് ചർച്ചകൾ ഒരുപാട് നടക്കുന്നുണ്ട്. കേരള കോൺഗ്രസിന് 2 മന്ത്രിമാരെയാണ് അവർ ചോദിച്ചത്. അതിൽ ഒരു മന്ത്രിമാരാണ് അവർ പറഞ്ഞേക്കുന്നത്. ഒരാള് കിട്ടിയിട്ടില്ല. ഇത്രയും പേർക്ക് എല്ലാവർക്കും വകുപ്പ് വേണ്ടി. അതിപ്പോ ഈ ലീഗ് 5 മന്ത്രിമാര് ചോദിച്ചു, അത് 4 മന്ത്രിമാരുടെ കാര്യം ഇപ്പൊ പറഞ്ഞു. ബാക്കി ടേം വ്യവസ്ഥ അയക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതെന്താന്ന് നമുക്കറിയത്തില്ല. അത് അവരവരുടെ കാര്യം, അവരെന്തോ വെച്ച് ചെയ്യട്ടെ. കാരണം അതൊരു ഘടകകക്ഷിയുടെയാണ്, അവർക്ക് കൊടുത്തേക്കാൻ ഭയങ്കര ടൈപ്പ് ഉണ്ടെന്ന് നമുക്ക് പണ്ടേ പോലെ അറിയാം. ഈ തിരുവഞ്ചൂരിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ഇനി മന്ത്രി ഇല്ലെങ്കിൽ ഇനി അത് നിയമസഭയിലേക്ക് ഇല്ലേ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും ചെന്നിത്തലയ്ക്ക് ആദ്യമേ തന്നെ മുഖ്യമന്ത്രി ആകാത്തതിന്റെ ഒരു അമർഷവും ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു. 2 ദിവസം നമ്മൾ നിയുക്ത മുഖ്യമന്ത്രിയായ VD സതീശൻ വീട്ടിൽ പോയി അനുനയിപ്പിച്ചതിന്റെ ഫലമാണ്. അതായത് VD സതീശൻ പറഞ്ഞു, നിങ്ങൾ നിയമസഭയിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടാണ് ആഭ്യന്തര വകുപ്പും വിജിലൻസും ചെന്നിത്തലയ്ക്ക് കൊടുത്തേക്കുന്നത്. അത് രണ്ടും നല്ല കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന്റെ കഴിവ് അതിലൂടെ തെളിഞ്ഞാണ്. ആ സമയത്തൊക്കെയാണ് പിങ്കു പോലീസിന്റെ ഒരു സാന്നിധ്യവും പവറും അവർ തന്നെ കൊണ്ടുവന്ന ചെന്നിത്തല കാലഘട്ടത്തിലാണ്. സ്ത്രീ സുരക്ഷ ഏറ്റവും കൂടുതൽ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് പിങ്ക് പോലീസ്. അത് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് വൈറ്റ്ല ഹബിലാണെങ്കിലും പ്രധാനപ്പെട്ട എല്ലായിടത്തും ഒരു പിങ്ക് പോലീസ് വണ്ടിയുണ്ട്. അപ്പോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. തിരുവഞ്ചൂർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനേക്കാൾ കൂടുതൽ ചെയ്തേക്കണ ചെന്നിത്തലയാണ്. അദ്ദേഹം ഇപ്പൊ ആഭ്യന്തര വകുപ്പ് ആകുമ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പെക്ടേഷൻ ഉണ്ട്. അതേപോലെ തന്നെ കുറച്ചും കൂടി, കാരണം ഇപ്പോ നമ്മുടെ നാട്ടിൽ ഭയങ്കര കുറ്റകൃത്യങ്ങൾ വരുന്നുണ്ട്, അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് പല ഇടത്തും. അതായത് ഡ്രഗ്സിന്റെ ആണെങ്കിലും എന്താണെങ്കിലും ഭയങ്കരമായിട്ട് ഇപ്പോ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് കൊല്ലുക, അടിക്കുക. അപ്പോൾ ക്രമസമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കേരളത്തിൽ ഇതുവരെ ഇല്ലാത്ത പല കലാരൂപങ്ങളും ഇപ്പൊ പൊന്തി വന്നിട്ടുണ്ട്. ഫ്ലെക്സ് കത്തിക്കല് അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് ഹോട്ടലുടമ വരെ തല്ലിയ സംഭവങ്ങൾ ഇപ്പൊ കാണുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒന്ന് കൂച്ചുവിലം കിടണമെങ്കിൽ പറ്റിയ ഒരാൾ തന്നെ വരണം. അപ്പൊ ചെന്നിത്തലയാണ് നല്ലൊരു ഓപ്ഷൻ. ഇനിയിപ്പോ തിരുവഞ്ചൂരിന്റെ കാര്യം നമുക്ക് അറിയത്തില്ല. നാളെ സത്യപ്രതിജ്ഞ വരുമ്പോഴത്തേക്കും മന്ത്രിമാരുടെ പേര് പോലും കൃത്യമായിട്ട് വ്യക്തമായിട്ടില്ല. ഇനിയും ഉണ്ട്.
അപ്പൊ ഈ ഒരു സംഭവത്തിൽ UDF-കാരുടെ ഏറ്റവും വലിയ പോരായ്മ അത് തന്നെയാണ്. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ 10 ദിവസം എടുത്തിട്ടാണ് ഒരു മുഖ്യമന്ത്രി തിരഞ്ഞെടുത്തത്. അത് കഴിഞ്ഞിട്ടും ഇപ്പോഴും ഒരു മന്ത്രിപദത്തിലേക്ക് അവർക്ക് പരിപൂർണമായിട്ട് എത്തിക്കാൻ പറ്റിയിട്ടില്ല. അത് വലിയൊരു പോരായ്മ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോ ആരാകും? സ്പീക്കർ എന്ന് പറഞ്ഞൊരു പദവി നല്ല പദവി തന്നെയല്ലേ. പിന്നെ അതുമല്ല, ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തേക്കുന്നത്. ഒരു സ്ത്രീ സാന്നിധ്യം അവിടെ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം വനിതകളുടെ ശബ്ദം കേൾക്കണം. അപ്പൊ അതുകൊണ്ട് ഒരു വനിത തന്നെ വരണം എന്നുള്ള നല്ല കാര്യം തന്നെയാണ്. ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് ഡെപ്യൂട്ടി സ്പീക്കർ വേണ്ടാന്ന്, എനിക്ക് മന്ത്രിസ്ഥാനം വേണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അധികാരമോഹം തലയിൽ കയറിയവരാണ് പറയുന്നത്. ആഭ്യന്തരമന്ത്രി മാത്രമേ ആകുള്ളൂ എന്നാണ് ആദ്യം വാശി പിടിച്ച ആള്. സ്പീക്കർ, നല്ലൊരു പദവി സ്പീക്കർ കൊടുത്തപ്പോ അത് വേണ്ട. ശരിക്കും പറഞ്ഞാൽ നിയമസഭയിൽ നമുക്കറിയാം സ്പീക്കറിന്റെ പദവി എന്താണെന്നുള്ളത്, പവർ എന്താണെന്നുള്ളത്. അപ്പോ ആ ഒരു സ്ഥാനം വിട്ടിട്ട് മന്ത്രിയുടെ കയ്യിലേക്ക് പോകുന്നത് വിഡ്ഢിത്തരവും മണ്ടത്തരവും ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു നിയമസഭ നിയന്ത്രിക്കുന്നത് തന്നെ സ്പീക്കറാണ്. അപ്പോൾ സ്പീക്കറാണ് ശരിക്കും ഒരു വീടിന്റെ നാഥൻ എന്ന് പറഞ്ഞ പോലെ നമുക്ക്. കാരണം പ്രതിപക്ഷവും ഭരണപക്ഷവും ഒച്ചയെടുക്കുമ്പോഴും എല്ലാം ആവർത്തിച്ച് ഓവർ എന്ന് പറഞ്ഞ് കൺട്രോൾ ചെയ്യുന്ന എല്ലാം സ്പീക്കറിന്റെ കയ്യിലാണ്. അതിന്റെ ഇടയ്ക്ക് ഈ ഒരു പദവി അദ്ദേഹത്തിന് വെച്ച് നീട്ടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ചോദിച്ചതിനേക്കാൾ വലിയ പദവിയെ ഇപ്പൊ കൊടുത്തേക്കുന്നത്. അതുപോലും വേണ്ട, എനിക്ക് മന്ത്രി, എന്റെ പേരിന്റെ കൂടെ മന്ത്രി വേണമെന്ന് പറയുന്നത് വല്ലാത്തൊരു വാശി തന്നെയാണ്. ഇത് തന്നെയാണ് UDF-ന്റെ പ്രശ്നവും. അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ വർഗീയ ശക്തികളാണ് തീരുമാനിക്കുക, ഘടകകക്ഷികളാണ് ഇത്ര മന്ത്രി വേണമെന്ന് പറയാം. ഇന്ന് രാവിലെ ഞാൻ കണ്ടതാണ്, ശിവഗിരിയുടെ അവിടെ നിന്ന് 9ഓളം ആളുകൾ ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 6 മന്ത്രിമാരെങ്കിലും നമുക്ക് വേണം. അപ്പൊ ഈ 6, 9 എന്ന് പറയുമ്പോൾ നമുക്ക് വകുപ്പ് ലിമിറ്റഡ് ആണ്, അല്ലെങ്കിൽ വകുപ്പ് കൂട്ടണം. അത് പോസിബിൾ അല്ല. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിമാരെ അവരവരുടെ കഴിവനുസരിച്ച് തീരുമാനിക്കുക. അതിൽ പ്രത്യേകിച്ച് വർഗീയ ശക്തികളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതസംഘടനകളുടെയോ കൂട്ടുപിടിക്കാതിരിക്കുക. ഇപ്പോൾ ക്രൈസ്തവര് അങ്ങനെയുള്ള കുറച്ച് ടീംസ് ഉണ്ട്. ലാറ്റിന് ഇപ്പോൾ എറണാകുളത്ത് തന്നെ ഒരു മേയർ തിരഞ്ഞെടുക്കുന്നത് അവരുടെ സഭയിലുള്ള ആളുകളെ ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഒരു വ്യക്തിനെ, അദ്ദേഹത്തെ ആ സ്ത്രീയുടെ പേര് ഞാൻ പറയുന്നില്ല, ആ സ്ത്രീ പലതവണ അവരെ കോൺഗ്രസ് തഴഞ്ഞതാണ്. എന്നിട്ടും അവരിപ്പോഴും ആ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട്? അവർ ആ ഒരു സമുദായത്തിൽ പെട്ടതല്ല. ഇത്രയും ഒരു ചേരിതിരിവിന്റെ ആവശ്യം ശരിക്കും ഒരു പാർട്ടിക്ക് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മന്ത്രിനെ തീരുമാനിക്കുമ്പോൾ ഈ വർഗീയ ശക്തികളുടെയും വിശ്വാസത്തിന്റെ പേരിലല്ല തീരുമാനിക്കേണ്ടത്. ആരാണോ കഴിവ് അവർക്കാണ് കൊടുക്കുക. അല്ലാതെ തിരുവഞ്ചൂരിന് അർഹിച്ച അംഗീകാരം തന്നെയാണ് സ്പീക്കറായിട്ട് കൊടുത്തത്. പക്ഷെ തിരുവഞ്ചൂരിന് അത് വേണ്ടാന്നുണ്ടെങ്കിൽ തിരുവഞ്ചൂർ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരാണെന്ന് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായിക്കോളും, റിഗ്രറ്റ് അടിക്കും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഇപ്പൊ ഈ കോൺഗ്രസ്സുകാരുടെ ഈ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ നേരത്തെ വോട്ട് കുത്തിയവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നിയത് ഒരു കാര്യം തന്നെയാണ്. എന്തായാലും നാളെ സത്യപ്രതിജ്ഞയാണ്. ഇന്ന് തന്നെ എല്ലാവരും തീരുമാനിക്കാനായിട്ട് സാധിക്കട്ടെ. അല്ലെങ്കിൽ ഇത് നമ്മൾ മുഖ്യമന്ത്രി തിരഞ്ഞെടുത്ത പോലെ നാളെ നീളെ പോകത്തേ ഉള്ളൂ. അതെ.